പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ആരാധനാ വർഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ ദിവസമായി പെന്തിക്കോസ്തി പെരുന്നാളിനെ പരിശുദ്ധ സഭ ഗണിക്കുന്നുണ്ട്. പെന്റക്കോസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം 50-ാമത് എന്നാണ്. 50-ാമത്തെ ദിവസം. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ അവരുടെ മതജീവിതത്തിൽ പ്രധാനമായി 3 പെരുന്നാളുകളാണ് യഹൂദന്മാർ ആചരിച്ചു പോന്നിരുന്നത്. ഒന്ന്, അവരുടെ ലിബറേഷന്റെ സ്മരണയെ പുതുക്കുന്ന അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്നുള്ള മോചനം നേടിയതിനെ അനുസ്മരിക്കുന്ന പെസഹ. അവരുടെ വിളവെടുപ്പിന്റെ അല്ലെങ്കിൽ വാരത്തിന്റെ ആദ്യ ദിവസം എന്ന് പറയുന്ന അതിനെ കണക്കാക്കി പെന്തിക്കോസ്തി, കൂടാര പെരുന്നാൾ. ഈ 3 പെരുന്നാളുകൾ, അനേകം പെരുന്നാളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ 3 പെരുന്നാളുകൾ പ്രത്യേകമായി എല്ലാ യഹൂദരും യെരുശലേമിൽ എത്തണമെന്നുള്ളൊരു നിഷ്കർഷ വെച്ച് പുലർത്തിയിരുന്നു. എന്നാൽ പരിശുദ്ധ സഭ ആചരിക്കുന്ന പെന്തിക്കോസ്തി പെരുന്നാൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, കുരിശുമരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു മിശിഹായുടെ വാഗ്ദാന പ്രകാരം സിഹ്യോൻ മാളികയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ശ്ലീഹന്മാരുടെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ജനസമൂഹത്തിന്റെയും ഇടയിലേക്ക് യേശുതമ്പുരാൻ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് വലിയ കൊടുങ്കാറ്റിന്റെ അകമ്പടിയോടുകൂടി പിളർന്നിരിക്കുന്ന തീനാവുകളോടുകൂടി വന്നിറങ്ങി ഈ ശ്ലീഹന്മാരുടെ മേൽ പതിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുവരെ കർത്താവായ യേശു മിശിഹായോടൊപ്പം കുറെ ഏറെക്കാലം താമസിച്ച ഈ ശിഷ്യന്മാർ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആത്യന്തികമായ നിയോഗങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും എല്ലാം കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന വലിയൊരു ഗുരുവിനോടൊപ്പം താമസിച്ചിരുന്ന ഈ ശ്ലീഹന്മാർ ഈ ഗുരുവിന്റെ മരണവും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളിലെല്ലാം ഇവർ വളരെ നിരാശരായി നിർജീവമായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ജീവിച്ചിരുന്ന ഈ ശ്ലീഹന്മാർ വീണ്ടും ജീവനുള്ളവരായി മാറുന്ന, അളക്കുവാൻ കഴിയാത്തതുപോലെ ജീവന്റെ തുടിപ്പുള്ളവരായി മാറിയതിന്റെ ദിവസം കൂടിയാണ് പെന്തിക്കോസ്തി എന്ന് പറയുന്നത്. അതിന് തുടക്കം കുറിച്ച ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉയർത്തെഴുന്നേറ്റ യേശുതമ്പുരാൻ പലതവണ പലയിടങ്ങളിൽ വെച്ച് ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും ഇവരെ കൂടുതൽ ഇതിലേക്ക് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാനും അസ്ഥിരമായ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന അവർ പലരും മീൻപിടുത്തക്കാരിൽ നിന്ന് സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിരുന്ന ശ്ലീഹന്മാർ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി തിരിച്ച് ഈ മത്സ്യബന്ധനത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നത് നമ്മൾ കാണുന്നു. ഇതിൽ നിന്നെല്ലാം ഇവരെ വീണ്ടും ഒരുമിച്ച് ചേർത്ത് സ്വർഗരാജ്യ സുവിശേഷ പ്രഘോഷകർ എന്നുള്ള നിലയിലേക്ക് കരുത്ത് പകരുന്നതിന് വേണ്ടി വീണ്ടും കൂട്ടിച്ചേർത്ത് അവർക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ അടയാളമാണ് ഇന്ന് പെന്തിക്കോസ്തി പെരുന്നാളായി നമ്മൾ ആചരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിർജീവമായിരുന്ന അല്ലെങ്കിൽ സജീവരല്ലാതിരുന്ന ഒരു ശ്ലീഹ സമൂഹത്തെ അവർ ജീവനുള്ളവരായി ലോകം മുഴുവൻ പുറപ്പെട്ടു എന്ന് സുവിശേഷം പ്രഘോഷിക്കത്തക്ക രീതിയിലേക്ക് പ്രാപ്തരാക്കിയത് ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ്. പരിശുദ്ധ സഭയുടെ മാമോദീസ എന്നൊക്കെ പിതാക്കന്മാർ ഇതിനെ വിളിക്കാറുണ്ട് ദിവസത്തെ. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആദ്യമായി സുവിശേഷം പ്രഘോഷിപ്പിക്കപ്പെട്ട ഒരു ദിവസമാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം ആദ്യമായി സിഹ്യോൻ മാളികയിൽ വെച്ച് പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന്റെ നേതൃത്വത്തിൽ പ്രഘോഷണം ആരംഭിച്ചതിന്റെ സ്മരണ കൂടിയാണ്. ആ സുവിശേഷ പ്രഘോഷണത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സുവിശേഷത്തെ ജീവനുള്ളവരായി പ്രസംഗിച്ചത് വഴി ആ ഒരു ഒറ്റ ദിവസം 3000-ഓളം പേർ പരിശുദ്ധ സഭയിലേക്ക് ചേർന്നു എന്ന അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ ഇന്ന് ശ്ലീഹായിൽ
ശ്ലീഹ വായിച്ചു കേട്ട ആ ഭാഗത്തിന്റെ തുടർച്ചയായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മാമോദീസായിലൂടെ, പരിശുദ്ധാത്മാവിന്റെ അടയാളമായ വിശുദ്ധ മോറോനഭിഷേകത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്രണം ഏറ്റുവാങ്ങി നിത്യജീവൻ അവകാശികളായി തീർന്നിരിക്കുന്ന നമ്മൾ ഈ ജീവന്റെ അടയാളങ്ങൾ ഏതെല്ലാം രീതിയിൽ കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവൻ നിലനിർത്തുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവനുള്ളവരായി മാറുക, ദൈവാത്മാവിനെ ഉള്ളിൽ വസിപ്പിക്കുന്ന, നമ്മളിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ അടയാളത്തെ നമ്മൾ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു ദിവസവും. അത് തെറ്റാണ്. പരിശുദ്ധാത്മാവിന്റെ മുദ്രയാൽ നിത്യജീവൻ അവകാശികളായി നമ്മൾ, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വഹിക്കുന്ന നമ്മൾ ഏത് ജീവന്റെ അല്ലെങ്കിൽ ഏത് ആത്മാവിനെയാണ് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. സുവിശേഷത്തിൽ ശ്ലീഹന്മാർ ചോദിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ തിരസ്കരിച്ച ഒരു സമൂഹത്തെ ഞങ്ങൾ ആകാശത്തുനിന്ന് തീയിറക്കി ഇവരെ നശിപ്പിക്കുവാൻ പറയുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന് ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ യേശുദമ്പുരാന്റെ മറുപടി വളരെ പ്രസക്തമാണ്. നിങ്ങൾ ഏത് ആത്മാവിലാണ് ഇത് പറയുന്നത്? പലപ്പോഴും നമ്മളുടെ പ്രതികരണങ്ങൾ, നമ്മളുടെ നിലപാടുകൾ, നമ്മുടെ ജീവിതത്തിലെ സുതാര്യത, ട്രാൻസ്പെറൻസി, ഇതെല്ലാം നമ്മൾ ഏത് ആത്മാവിലാണ് നമ്മൾ ഇതിനെ നമ്മളെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ തുറന്നു വെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതം പരിശുദ്ധാത്മാവിന്റെ അടയാളം എന്ന് പറയുന്നത് അത് പൂർണ്ണതയാണ്. നമ്മളിപ്പോൾ ഒരു മിനിറ്റ് മുമ്പ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിന്റെ സമയത്ത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായും ഏറ്റു പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹ നമ്മോടുകൂടി. സകലത്തെയും പൂർണ്ണമാക്കുന്നതാണ് പരിശുദ്ധ റൂഹ, പെർഫെക്ഷൻ. എല്ലാത്തിനെയും പെർഫെക്റ്റ് ആക്കുന്ന പരിശുദ്ധ റൂഹ. പരിശുദ്ധ റൂഹയുടെ അടയാളം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വിശുദ്ധമായി ചിന്തിക്കുകയും വിശുദ്ധമായി ഇടപെടുകയും നീതിപൂർവം ജീവിക്കുകയും മറ്റുള്ളവർക്ക് നീതി ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന മനുഷ്യരിലൂടെയാണ്. അത് സഭയായാലും പൗരോഹിത്യമായാലും സാധാരണ കുടുംബജീവിതമാണെങ്കിലും ഏത് സാമൂഹ്യ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിലുള്ളവരാണെങ്കിലും നീതി നിർവഹിക്കുകയും നീതി നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ അടയാളം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗത്തിൽ വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, സത്യസ്വരൂപനായ ആത്മാവ് വരുമ്പോൾ അവൻ സത്യത്തിൽ നിങ്ങളെ നയിക്കും, സർവസത്യത്തിലും നിങ്ങളെ നയിക്കും. ഞാൻ ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഈ സത്യം എന്ന് പറയുന്ന സത്യത്തെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ ഒരു ജീവിതത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ജെനുവിൻ എന്നുള്ളൊരു വാക്കുണ്ട്. ജെനുവിനായിട്ട് ജീവിക്കുന്നതാണ് സത്യത്തിൽ നയിക്കപ്പെടുന്നതിന്റെ അടയാളം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യേശു തമ്പുരാൻ തന്റെ പരസ്യ ശുശ്രൂഷയിൽ എതിർത്തിട്ടുള്ളതും വിമർശിച്ചിട്ടുള്ളതും അകറ്റി നിർത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വർഗം ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു വിഭാഗത്തെയാണ്. ജെനുവിനായിട്ട് ജീവിക്കാത്തവരെ, കപടതയുടെ മുഖംമൂടി അണിഞ്ഞിട്ടുള്ളവരെ, കാപട്യമില്ലാതെ ജീവിക്കുമെന്ന ഒരു മനുഷ്യനിലാണ് അയാളിൽ ആത്മാവിന്റെ ഫലം നിറയുന്നത്. കൃഷ്ണ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ആത്മാവിന്റെ ഫലം നിറഞ്ഞു വളരുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ സത്യത്തിൽ നയിക്കപ്പെടുവാൻ, സത്യത്തിനോടൊപ്പം ജീവിക്കപ്പെടുവാൻ, ജനുവിനായി സുതാര്യതയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ വഹിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ പുറത്ത് പ്രതിഫലിപ്പിക്കാനായി നമുക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ പെന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിൽ നയിക്കുവാനും സുതാര്യമായി ജീവിക്കുവാനും നീതിപൂർവം പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ജീവനുള്ളവരായി തീരുവാനും ജീവൻ നൽകുന്നവരായി തീരുവാനും നമുക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.